ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു മാരുതിയുടെ എ-സ്റ്റാറുമായിട്ടാണ് സെയിലിന് വന്നിട്ടുള്ളത്. ഇത് 2011 മോഡലാണ്. ഇത് നിലവിൽ തേർഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ്. അതുപോലെ ഇത് ഓട്ടോമാറ്റിക് ABS എല്ലാം വരുന്നൊരു ടൈപ്പാണ്. പിന്നെ CVT ടൈപ്പാണ് ഇതിൻ്റെ ഗിയർ ബോക്സൊക്കെ വരുന്നത് കേട്ടോ. അതുപോലെ 13 ഇഞ്ച് ടയേഴ്സ് വരുന്നുണ്ട്. ഒരു 40-50% ടയർ കണ്ടീഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബോഡി ഈ വശം നോക്കുകയാണെങ്കിൽ ബോഡിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെയാണ്. കൂടുതലായിട്ടുള്ള സ്ക്രാച്ചൊന്നും ഇല്ല കേട്ടോ. അതുപോലെ ഫ്രണ്ട് വശം നോക്കുകയാണെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഫോഗ് ലാമ്പൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷനിൽ 40-50% ടയർ ഉണ്ട് കേട്ടോ. അതുപോലെ ഈ സൈഡും ബോഡിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. ബോഡി ലൈനപ്പ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ബാക്ക് വശം നോക്കുകയാണെങ്കിലും നല്ല നീറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്ക് വശം ഞാൻ കാണിച്ചു തരാം. ഡിക്കി ഭാഗം ഇത് കുഴപ്പമില്ലാത്ത രൂപത്തിൽ ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ടൈപ്പ് തന്നെയാണ്. അതുപോലെ കമ്പനി റോബോട്ടിക് പേസ്റ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. വേറെ വർക്കോ കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല. അതുപോലെ ഡിക്കി പേസ്റ്റൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. മേജറായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ അഡീഷണൽ 2 സ്പീക്കേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മ്യൂസിക്കൊക്കെ കേൾക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ നമുക്കിതിൻ്റെ എൻജിൻ വശം നോക്കാം, എൻജിൻ സൈഡ് നോക്കാം. ഇത് കൂടുതൽ റൺ ചെയ്തിട്ടില്ല, ഒരു 73,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എൻജിൻ സൈഡൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് 3 സിലിണ്ടർ എൻജിൻ തന്നെ വരുന്നത് കേട്ടോ. K സീരീസ് എൻജിനാണ് വരുന്നത്. അത്യാവശ്യം നല്ല മൈലേജുള്ള എൻജിൻ തന്നെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ ആപ്രോൺ സൈഡൊക്കെ പെർഫെക്റ്റ് ആണ്. ഇത് ABS ടൈപ്പാണ് വരുന്നത് കേട്ടോ. ABS ഉണ്ട് കേട്ടോ ഈ വാഹനത്തിന്. അതിൻ്റെ കൺട്രോൾ യൂണിറ്റാണ് കാണുന്നത്. എൻജിൻ സൈഡ് ലീക്കോ ലീക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അതുപോലെ ബോണറ്റ് മാറിയിട്ടുണ്ട്. മേജറായിട്ടുള്ള ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചില്ല. ബോണറ്റ് മാറിയിട്ടുണ്ട്. അപ്രോൺ സൈഡ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒക്കെ പെർഫെക്റ്റ് തന്നെയാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ബാറ്ററി അതേപോലെ പുതിയതാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ ഇൻറ്റീരിയർ സീറ്റ് കവേഴ്സൊക്കെ ഒറിജിനൽ കമ്പനി വരുന്ന അതേ സീറ്റ് കവേഴ്സാണ്. കൂടുതലായുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ചെറിയ ചെളി ഉണ്ട് അതിൽ. അത് ഒന്ന് ഡ്രൈ ക്ലീനൊക്കെ ചെയ്ത് തരും കേട്ടോ. നമ്മൾ ഫുള്ള് വാഷ് ചെയ്തിട്ട് നമ്മൾ ഫുൾ ക്ലീൻ ആക്കിയിട്ട് തരുള്ളൂ. അതുപോലെ ഡാഷ്ബോർഡൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ അഡീഷണൽ അവരൊരു റിവേഴ്സ് സെൻസർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇത് നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ഒരു അടിപൊളി ഓപ്ഷനാണ്. ലേഡീസിനൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഇത് CVT ടൈപ്പ് ഗിയർ ബോക്സ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ കയറ്റത്തൊക്കെ നിർത്തിയിടുമ്പോഴേ രണ്ടാമത് എടുക്കുന്ന സമയത്ത് ബാക്കോട്ട് ഇറങ്ങില്ല. കാരണം അത് ഒരു ചെറിയൊരു ഹിൽ ഹോൾഡ് അസിസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തുടക്കക്കാർക്ക് നല്ലൊരു ഉപകാരമാണത്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ വരും. നിങ്ങളെല്ലാ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 2,15,000 രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഈ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു.